quadrilaterals and triangles. What did we learn in the previous class? All triangles with the same base and the third vertex on a line parallel to the base have what? The same area. Alle? Conversely, അതുപോലെ all triangles with the same base and the third vertex on a line parallel to the base have the same area. Clear? ഈ പറഞ്ഞ കാര്യം എന്താ പറയുന്നത്? So ഇത് പറയുന്നത് all triangles with the same base and third vertex on a line parallel to the base have the same area. അതായത് ഇപ്പോൾ ഒരു ബേസ് എ ബി എന്ന് പറയുന്ന ബേസ്, അതുപോലെ തന്നെ എ ബിക്ക് പാരലായിട്ട് ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ് എൽ. അപ്പൊ ഈ എ ബിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു ട്രയാങ്കിളും അതുപോലെ തന്നെ എ ബിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ട്രയാങ്കിളും, ഓക്കെ, അങ്ങനെ രണ്ട് ട്രയാങ്കിളും എങ്ങോട്ടാ വരയ്ക്കുന്നത്? എ ബി എന്ന് പറയുന്ന ബേസിൽ നിന്ന് ഒന്ന് എ ബി സി, ഒന്ന് എ ബി ഡി. സോ ഒരേ ബേസ് ആയിട്ടുള്ള എ ബിയിൽ നിന്ന് എ ബി സിയും, അല്ലെ, ഫസ്റ്റ് ട്രയാങ്കിൾ ഏതാണ്? എ ബി സി, രണ്ടാമത്തെ ട്രയാങ്കിൾ എ ബി ഡി. അങ്ങനെ രണ്ട് ട്രയാങ്കിൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഒരേ ബേസിനും രണ്ട് പാരലൽസിനും ഇടയ്ക്കാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് പറയാം? അതിന്റെ ഏരിയാസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ക്ലിയർ? അതുപോലെ തന്നെ തിരിച്ചും പറയാം. എന്താണ് കോൺവേഴ്സ്ലി അവിടെ പറഞ്ഞിരിക്കുന്നത്? കോൺവേഴ്സ്ലി all triangles with the same base and third vertex on a line parallel to the base have what? The same area. അല്ലെ, ഒരേ ട്രയാങ്കിള് ഒരേ ബേസിലും തേർഡ് വെർട്ടെക്സ് പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ? യെസ്. സോ അടുത്തത്, how do we calculate the area of an ordinary quadrilateral without any special properties? സാധാരണയായി നമുക്ക് ക്വാഡ്രിലാറ്ററലിന് പല ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? റെക്ടാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, റോംബസ് ഉണ്ട്, കൈറ്റ് ഉണ്ട്, ട്രപ്പീസിയം ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇല്ലാത്ത ഒരു സാധാരണ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ ഫിഗറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കത് ചിലപ്പോൾ അത് പ്രയാസമായിട്ട് തോന്നാം, ബട്ട് അത് ഈസി ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ എന്ത് ചെയ്താൽ മാത്രം മതി? ഇവിടെ കാണുന്ന ഈ ഒരു ഫിഗറിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങനെ ഈ ഒരു ലൈൻ ജോയിൻ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഞാൻ ആ ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എനിക്ക് ഇവിടെ എ, ഇത് ബി, ഇത് സി, അങ്ങനെ ആ ലൈൻ, അതുപോലെ ഇവിടെ ഡി. അങ്ങനെ ഞാൻ ആ ഒരു ഡയഗണൽ അല്ലെങ്കിൽ ലൈൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. എന്താ കിട്ടിയത് എനിക്ക്? എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. സോ ഐ ഗോട്ട് എ ട്രയാങ്കിൾ വിച്ച് ഇസ് എ ബി സി, അല്ലെ? അതുപോലെ തന്നെ താഴോട്ട് എന്ത് കിട്ടി? വേറൊരു ട്രയാങ്കിൾ കിട്ടി. ഏതാണ്? ട്രയാങ്കിൾ എ ഡി സി. സോ രണ്ട് ട്രയാങ്കിളുകൾ കിട്ടി, അല്ലെ? ഏതാ വരച്ചത് ഞാൻ? എ സി എന്ന് പറയുന്ന ഡയഗണൽ വരച്ചപ്പോൾ, എ സി എന്ന് പറയുന്ന ഡയഗണൽ താഴോട്ട് വരച്ചപ്പോൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ, വേറൊരു ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിളുകളുടെയും ഏരിയ അറിയാമെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ രണ്ട് ഏരിയയും കൂടെ എന്ത് ചെയ്താൽ മാത്രം മതി? ആഡ് ചെയ്താൽ പോരെ? നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കിട്ടത്തില്ലേ? യെസ്. സോ ഇവിടെ ഈ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മാത്രം മതി? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും അതുപോലെ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ എന്ത് ചെയ്താൽ മാത്രം മതി? ആഡ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് 30 സെന്റിമീറ്റർ സ്ക്വയർ, ഇത് 60 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഇത് രണ്ടും കൂടെ ചേർന്ന് എന്താകും? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ജസ്റ്റ് ആഡ് ചെയ്യുന്നു. 30 + 60 90 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ? സോ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് സംശയം വരുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ ഡയഗണല്. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഞാൻ ഈ ഫിഗറിൽ എ പി സി ഡി. അപ്പൊ നേരത്തെ ഞാൻ ഇവിടെ ഈ ഒരു ഡയഗണലാണ് കണക്ട് ചെയ്തത്. ഞാൻ ഇനി തിരിച്ച് ഈ ബി ഡി കണക്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇത് ഇങ്ങോട്ട് ഞാൻ ഡയഗണൽ കണക്ട് ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും അതുപോലെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എടുത്താൽ പോരെ? യെസ്. സോ ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഞാൻ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി എന്ന് ആഡ് ചെയ്താൽ അവിടെയും എന്ത് കിട്ടാം? എനിക്ക് ഏരിയ ഓഫ് എന്ത് കിട്ടും? എ ബി സി ഡി, അല്ലെ? ഏരിയ ഓഫ് എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കിട്ടത്തില്ലേ? കിട്ടുമല്ലോ. യെസ്. സോ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മാത്രം മതി? നമുക്ക് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം അവിടുത്തെ ആ ട്രയാങ്കിൾസിന്റെ എന്തെടുത്താൽ മതി? സമ്മ്, ഏരിയയുടെ സമ്മ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും? നമുക്ക് അവിടുത്തെ ആൻസർ അല്ലെങ്കിൽ അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞതിന്റെ നേരെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു ഇത്, കേട്ടോ. ഇനി അടുത്തത് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം.
സോ അടുത്ത സ്ലൈഡിൽ വരുന്നത് ഡ്രോ എ റെഗുലർ പെൻറ്റഗൺ ആൻഡ് ദെൻ എ ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ. ഒരു റെഗുലർ പെൻറ്റഗണും എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ട്രയാങ്കിളും എന്തായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിം ഏരിയ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് റെഗുലർ പെൻറ്റഗൺ വരയ്ക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരു സർക്കിളിൽ, ആ സർക്കിളിൽ 5 പോയിന്റ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ABCD എന്ന് പറയുന്ന 5 പോയിന്റുകളുണ്ട് അല്ലേ. ഇതാ കണ്ടല്ലോ, 1 2 3 4 5. സോ ഇതെന്തിനാണ് വരച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പെൻറ്റഗൺ, റെഗുലർ ആയിട്ടുള്ള പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും, സൈഡ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ സെയിം ആയിട്ടിരിക്കുന്ന ഒരു റെഗുലർ പെൻറ്റഗൺ വരയ്ക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ഒരു 10 സെന്റിമീറ്റർ സർക്കംഫറൻസ് ഉള്ള, റേഡിയസ് അല്ല, 10 സെന്റിമീറ്റർ സർക്കംഫറൻസ് ഉള്ള ഒരു സർക്കിൾ ഞാൻ ഇവിടെ വരച്ചു. എന്നിട്ട് കോമ്പസിൽ എന്തെടുത്തു, 2 സെന്റിമീറ്റർ ഞാൻ മെഷർമെന്റ് എടുത്തു. എന്നിട്ട് കട്ട് ചെയ്യുക, എയിൽ വെച്ചിട്ട് കട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് എയിലും ബിയിലും സിയിലും ഡിയിലും അതുപോലെ ലാസ്റ്റ് എന്ത് കിട്ടും, ഇയിലും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന 5 പോയിന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഒന്ന് ED ജോയിൻ ചെയ്യുക, അതുപോലെ BC ജോയിൻ ചെയ്യുക, പിന്നെ CD ജോയിൻ ചെയ്യുക, പിന്നെ EA അല്ലെങ്കിൽ AE ജോയിൻ ചെയ്യുക, പിന്നെ അവസാനം നമ്മൾ എന്ത് ജോയിൻ ചെയ്യുന്നു, AB. അങ്ങനെ ഈ 5 പോയിന്റുകളും 2 സെന്റിമീറ്റർ വെച്ച് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കറക്റ്റ് എക്സാക്ട്ലി മെഷർ ചെയ്തെടുത്ത ഒരു ആർക്കുകളാണ് അല്ലെ, ABCD എന്ന് പറയും, DE 5 പോയിന്റുകൾ. ആ 5 പോയിന്റുകളും തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി, നമുക്കൊരു പെൻറ്റഗൺ കിട്ടി. വി ഗോട്ട് എ റെഗുലർ പെൻറ്റഗൺ. ഇനി അഥവാ നമുക്ക് ഇത് പറ്റുന്നില്ല, നമുക്ക് ഈ ഒരു മെത്തേഡ് അറിയുന്നില്ല എങ്കിൽ എങ്ങനെ വേറെ രീതിയിൽ റെഗുലർ പെൻറ്റഗൺ വരയ്ക്കാം? സോ റെഗുലർ പെൻറ്റഗൺ വരയ്ക്കാനായിട്ട് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെന്റർ എടുക്കുക, സർക്കിളിന്റെ സെന്റർ എടുക്കുക. നമുക്കറിയാം ഒരു റെഗുലർ പെൻറ്റഗണിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് ഏതൊരു പോയിന്റിന്റെയും സെന്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് അല്ലെ. ഒരു സർക്കിൾ എന്ന് പറയുന്നത് ചുറ്റും മൊത്തം എത്രയാണ്, 360 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് ആ 360 ഡിഗ്രിയെ ഇവിടെ ടോട്ടൽ പെൻറ്റഗണിൽ എത്ര സൈഡ് ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ 360 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ കിട്ടാൻ പോകുന്നത്, 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 72 കിട്ടും. സോ വാട്ട് ഈസ് ദ വാല്യൂ, 72 ഡിഗ്രി. സോ നമുക്ക് ഈ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈ പെൻറ്റഗൺ എങ്ങനെ വരയ്ക്കാം, ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഇവിടെ എത്ര ഡിഗ്രി വരയ്ക്കുക, 72 ഡിഗ്രി വരയ്ക്കുക. ആ 72 ഡിഗ്രി കറക്റ്റ് വരയ്ക്കുമ്പോൾ എങ്ങോട്ട് കിട്ടും, ഇത് B കിട്ടും. അടുത്ത Bയിൽ വെച്ചിട്ട് അടുത്ത 72 ഡിഗ്രി വരയ്ക്കുക, ഏത് കിട്ടും, C. അടുത്തത് ഇവിടെ വീണ്ടും വരയ്ക്കുക, 72. അങ്ങനെ 5 വട്ടം നമ്മൾ ഇത് വരച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ആ രീതിയിലും പെൻറ്റഗൺ ഇവിടെ വരയ്ക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? സോ പെൻറ്റഗൺ വരയ്ക്കാനായിട്ട് 72 ഡിഗ്രി നടുക്കെടുത്തിട്ടും ചെയ്യാം. ഇത് റെഗുലർ പെൻറ്റഗൺ ആണെങ്കിൽ. ഇനി നിങ്ങളടുത്ത് റെഗുലർ ഹെക്സഗൺ ആണ് ചോദ്യത്തിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡാ, 6 സൈഡ്. അപ്പൊ 6 സൈഡ് ആയതുകൊണ്ട് ടോട്ടൽ 360 ഡിഗ്രിയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 ഡിഗ്രി. സോ നടുക്ക് സെൻട്രൽ ആംഗിൾ ഈ 72 പകരം എത്ര വരയ്ക്കണം, അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി വരച്ചിട്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ? സോ റെഗുലർ പെൻറ്റഗൺ ആണെങ്കിൽ ഇങ്ങനെ 72 ഡിഗ്രി വെച്ച് നമുക്ക് ചെയ്യാം. ക്ലിയർ? മനസ്സിലായല്ലോ പറഞ്ഞ കാര്യം? യെസ്. ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പെൻറ്റഗൺ കിട്ടി. ഈ കിട്ടിയ പെൻറ്റഗണിൽ നമുക്ക് എന്ത് വരയ്ക്കണം, നമുക്ക് ഇതിലൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അവർ പറഞ്ഞിട്ടുണ്ട് ഈ കിട്ടിയ പെൻറ്റഗണിൽ എന്ത് വരയ്ക്കണം, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കണം, ഇതുമായിട്ട് ഈക്വൽ ആയിരിക്കണം. മനസ്സിലായോ? ക്ലിയർ? അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ, സോ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിന് പേര് കൊടുക്കുക. നമുക്ക് ABCDE എന്ന് പേര് കൊടുക്കാം, ABCDE. സോ അങ്ങനെ 5 പോയിന്റിനും നമ്മൾ പേര് കൊടുത്തു, 5 പേരുകൾ കൊടുത്തു. എന്നിട്ട് AC ജോയിൻ ചെയ്യുക. ഓക്കെ, സോ കറക്റ്റ് എക്സാക്ട് ലൈൻ ആയിട്ട് വരയ്ക്കുക. ഇതിനകത്ത് എക്സാക്ട് ലൈൻ അല്ലാതെ ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. സോ എക്സാക്ട് ലൈൻ വരയ്ക്കുമ്പോൾ ഓൾമോസ്റ്റ് ലൈൻ, അതുപോലെ AC വരയ്ക്കുക, അതുപോലെ ഏത് വരയ്ക്കുക, AD വരയ്ക്കുക. സോ ഏതൊക്കെ ജോയിൻ ചെയ്തു, ACയും ADയും ജോയിൻ ചെയ്തു. സോ ഐ ഹാവ് ജോയിൻഡ് AC ആൻഡ് AD. ക്ലിയർ? ഇനി ACയും ADയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ Aയിൽ നിന്ന് ഇങ്ങോട്ട് പാരലൽ വരയ്ക്കുക. നമ്മുടെ ഇപ്പൊ വരച്ച ADക്ക് പാരലായിട്ട് ഇവിടെ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. ക്ലിയർ? മനസ്സിലായോ? യെസ്. അതുപോലെ ഈ ACക്ക് പാരലായിട്ട്, AC ഇതാണല്ലോ, ഇതിന് പാരലായിട്ട് ഇവിടെ നിന്ന് വരയ്ക്കുക. താഴോട്ട് എന്താണ് മീറ്റ് ചെയ്യുന്ന വരെ രീതിയിൽ ഇങ്ങനെ വരയ്ക്കുക. അങ്ങനെ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ താഴത്തെ DC എക്സ്റ്റെൻഡ് ചെയ്യുക. ഇങ്ങോട്ടും അതുപോലെ ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്തിടുക. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ, ഇവിടെയും അതുപോലെ ഇവിടെയും. ആ പോയിന്റിലോട്ട് എന്ത് ചെയ്യുക, ആ പോയിന്റിലോട്ട് നമ്മുടെ എവിടെ നിന്ന് വരയ്ക്കുക, എയിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതിനെ ഞാനിപ്പോൾ എന്ത് കൊടുക്കാം, ഞാൻ M എന്ന് കൊടുക്കാം, ഇവിടെ ഇപ്പുറത്ത് N എന്ന് കൊടുക്കാം. സോ എയിൽ നിന്ന് M
എമ്മിലോട്ടും, ഓക്കെ, എയിൽ നിന്ന് എമ്മിലോട്ടും അതുപോലെ എയിൽ നിന്ന് എന്നിലോട്ടും, എയിൽ നിന്ന് എന്നിലോട്ടും എന്ത് വരയ്ക്കുക? ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുമ്പോൾ എനിക്ക് ഒരു ട്രയാങ്കിൾ ഇപ്പൊ കിട്ടിയെന്ന് ഞാനിപ്പോ പറയുന്നില്ല. ബട്ട് ഇങ്ങനെ നോക്കിക്കേ, ഇവിടെ എ സി എന്ന് പറയുന്ന ബേസ്, എ സി എന്ന് പറയുന്ന ബേസിന് പാരലായിട്ടല്ലേ ഞാൻ ഈ ലൈൻ വരച്ചത്? അതെ. അവിടെയുള്ള രണ്ട് ട്രയാങ്കിൾ അല്ലേ ഇപ്പൊ എ സി എന്ന് പറയുന്ന ബേസിലിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾ ആണ്. ഒന്ന് എ സി എം എം, ശ്രദ്ധിച്ചു നോക്കുക, എ സി എം എം, അതുപോലെ എ ബി സിയും അല്ലെ. ഒരേ ബേസിലിരിക്കുന്ന രണ്ട് ട്രയാങ്കിളുകൾ, അത് രണ്ട് പാരലൽസിനും ഇടയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി എം വിൽ ബി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. സോ ഇത് ഏരിയാസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഈ ഏരിയ ഇതിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തിടുക, ഇവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്തിടുക, കാരണം അത് അതിന് ഈക്വൽ ആണ്. അതുപോലെ ഇപ്പുറത്ത് നോക്കിയേ, ഇപ്പുറത്തെ സൈഡിൽ ഇതാ ഈ ലൈൻ ഇങ്ങനെ പാരലൽ അല്ലേ? അതെല്ലോ, അതെ. സോ ഈ ലൈൻ ഇതിന് പാരലൽ ആണെങ്കിൽ എ ഡിക്ക് പാരലായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഡി എൻ അല്ലെ, എ ഡി എൻ എന്ന് പറയുന്ന ട്രയാങ്കിളും അതുപോലെ എ ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളും അവിടത്തെയും ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് എ ഡി എൻ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ ഡി ഇ. ക്ലിയർ? ഏരിയ ഓഫ് എ ഡി എൻ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ ഡി ഇ. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഈ ഏരിയ അതുപോലെ അവിടത്തെ നമ്മൾ പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. ഇനി ആകെ ഉള്ളത് നടുക്കത്തെ പാർട്ട് അല്ലെ. ആ നടുക്കത്തെ പാർട്ട് കോമൺ ആണ് രണ്ടിനും. ഞാൻ എന്ത് ചെയ്യുന്നു? അതും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് എല്ലാം കൂടെ ചേർന്ന്, ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത എല്ലാ പോർഷനും കൂടെ ചേർന്ന് ഒരൊറ്റ സിംഗിൾ ട്രയാങ്കിൾ ആയിട്ടല്ലേ ഇരിക്കുന്നത്. നോക്കിക്കേ, എ, അതിന്റെ പേരെന്താണ്? എ, അതുപോലെ എൻ, പിന്നെ എം, അങ്ങനെ ഒരു സിംഗിൾ ട്രയാങ്കിൾ ആയിട്ടല്ലേ ഇരിക്കുന്നത്. യെസ്. സോ ദെയർഫോർ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ എൻ എം, എ എൻ എം എന്ന് പറയുന്ന പുതിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്തിന് ഈക്വൽ ആണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ റെഗുലർ പെന്റഗൺ. മനസ്സിലായോ? നമ്മുടെ പെന്റഗണിന്റെ ഏരിയക്ക് ഈക്വൽ ആയിട്ടിരിക്കും. ക്ലിയർ? ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ശ്രദ്ധിച്ച് വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു ഫിഗർ കിട്ടും. ആ വൃത്തിയുള്ള ഫിഗർ വരച്ചു കഴിഞ്ഞാൽ വൃത്തിയുള്ള ഒരു നല്ല മാർക്കും കിട്ടും. ഓക്കെ, ശരി. അടുത്തത് വീണ്ടും ഇതേപോലെ ഒരു ചോദ്യം. ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ ആൻഡ് കാൽക്കുലേറ്റ് ദ ഏരിയാസ്. ഇവിടെയും എന്ത് ചെയ്യുക? ട്രയാങ്കിൾ വരയ്ക്കുക. എന്താണ്? സെയിം ഏരിയ, രണ്ടിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഗറിൽ നമുക്ക് ഈ ഫിഗറിനെ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾ എന്താണ് കൺസ്ട്രക്ട്, നിങ്ങൾക്ക് ചുമ്മാ നിങ്ങളെ നോട്ട്ബുക്കിൽ വരയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ആദ്യം ഇവിടെ 3 സെന്റിമീറ്റർ വരയ്ക്കുക, പിന്നെ ഇങ്ങോട്ട് 120 ഡിഗ്രി കോമ്പസ് വെച്ചെടുക്കുക, താഴോട്ട് എത്ര ഡിഗ്രി എടുക്കുക? 80 ഡിഗ്രി എടുക്കുക, ഇവിടെ 5 സെന്റിമീറ്റർ എടുക്കുക, ഇവിടെ 4 സെന്റിമീറ്റർ എടുക്കുക. അങ്ങനെ കൃത്യം എല്ലാ മെഷർമെന്റ് കറക്റ്റ് എടുത്ത് വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട് കേട്ടോ. അല്ലാതെ വെറുതെ വരയ്ക്കരുത്. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് കോമ്പസ് എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, കോമ്പസും സ്കെയിലും ഇല്ലാത്തതുകൊണ്ട് ഞാനത് റഫായിട്ട് വരച്ചു എന്നേ ഉള്ളൂ. ഈ ഫസ്റ്റ് ഞാനിപ്പോൾ വരച്ച ഫിഗർ കറക്റ്റായിട്ട് എക്സാക്ട്ലി വരച്ചാൽ നിങ്ങൾക്ക് മാർക്ക് മുഴുവനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഫിഗർ വരച്ചു, നിങ്ങളത് വരച്ചു എന്ന് വിചാരിക്കുക ഞാൻ. ഓക്കെ, ഇങ്ങനെ ആ ഫിഗർ വരച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ ആൻഡ് കാൽക്കുലേറ്റ് ദ ഏരിയാസ്. ഇനി എന്ത് ചെയ്യുക? ട്രയാങ്കിൾ വരച്ചിട്ട് എന്ത് ചെയ്യുക? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സാക്ട്ലി നിങ്ങൾ പേപ്പറിൽ ഞാൻ ഈ പറഞ്ഞ ഈ ആദ്യത്തെ പടം വരച്ചിട്ടുണ്ടെങ്കിൽ, ബുക്കിലോ പേപ്പറിലോ എന്തിലോ ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യത്തെ ആ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് ആ ട്രയാങ്കിളുടെ ബാക്കിയാണ്. സോ ട്രയാങ്കിളുടെ ബാക്കി കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ക്വാഡ്രിലാറ്ററൽ ട്രയാങ്കിൾ ആക്കാൻ ബാക്കി നമുക്ക് എന്താണ്? ഏതെങ്കിലും ഒരു ഡയഗണൽ ജോയിൻ ചെയ്യാം. ഏതെങ്കിലും ഒരു ഡയഗണൽ, അത് ഇതോ അതോ ഓപ്പോസിറ്റോ. ഞാൻ എന്തെടുക്കുക? ഞാൻ ഓപ്പോസിറ്റ് ഉള്ള ഡയഗണൽ എടുക്കുക. ഓക്കെ, സോ ഞാൻ ഈ ഡയഗണൽ എടുത്തു. സോ ഞാൻ ഈ ഡയഗണൽ ജോയിൻ ചെയ്തു. യെസ്, ഐ ജോയിൻ ദിസ് ഡയഗണൽ. ഇനി എന്താണ് വേണ്ടത്? ഈ ഡയഗണലിന് പാരലായിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഈ പോയിന്റിലൂടെ ഒരു ഡയഗണൽ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ആ ഡയഗണൽ പാരലായിട്ട് ഇവിടെ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഇതെപ്പോഴും നിർബന്ധമാണ്. ഓക്കെ, പാരലായിട്ട് വരയ്ക്കുക. ഇനി ആ പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ ലൈനിലോട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഇവിടെ നിന്ന് ഒരു പോയിന്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? അതിനെ മീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ ഇതിങ്ങനെ മീറ്റ് ചെയ്തല്ലോ. യെസ്. ഇപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ടോ? ഇത്രയും ഭാഗം ഒരു ട്രയാങ്കിൾ അല്ലേ? ഒരു ചെറിയ ട്രയാങ്കിൾ. അതെ, ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ട്രയാങ്കിളിന്റെ ഏരിയ ഞാൻ ഇവിടെ വരയ്ക്കാം. ആ ട്രയാങ്കിളിന്റെ ഏരിയ ഞാൻ ഇവിടെ കിട്ടിയ പോയിന്റുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ജോയിൻ ചെയ്താൽ ഇപ്പൊ ഞാൻ നേരത്തെ ഷെയ്ഡ് ചെയ്ത ഏരിയ, ഈ ഏരിയക്ക് ഇപ്പൊ ഞാൻ ഈ വരച്ച ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആവത്തില്ലേ? യെസ്, ക്ലിയർ? അതെ. ഇനി ബാക്കിയുള്ളത് ഇവിടെ അല്ലേ? അതെ. ഇത് രണ്ടും കൂടെ ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു വലിയ ട്രയാങ്കിൾ. ഇപ്പൊ ഇതിന് പേര് എ ബി സി ഡി
ഞാൻ ഇവിടുത്തെ പോയിന്റിന് പേര് ഇ എന്ന് കൊടുത്തു. ഇപ്പൊ ഇവിടെ എയും അതുപോലെ ബിയും അതുപോലെ ഇയും ഈ 3 പോയിന്റും കൂടെ ചേർന്ന് എ അതുപോലെ ബി അതുപോലെ ഇ ഇത് 3 കൂടെ ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ലേ? യെസ്. സോ ഇതാണ് നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കേണ്ടത്. ഓക്കെ, നിങ്ങളത് വരച്ചെടുത്തേ. കാരണം ഈ ഫിഗർ നിങ്ങൾ കൃത്യമായി 4 സെന്റിമീറ്ററും ഇത് 4ഉം ഇത് 3ഉം അതുപോലെ ഇത് 5ഉം ഇത് 80 ഡിഗ്രിയും ഇത് 120 ഡിഗ്രിയും എടുത്ത് വരച്ചാലേ ഈ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫിഗർ കിട്ടത്തുള്ളൂ കേട്ടോ. സോ ഈ ഫിഗർ വരച്ചെടുത്തതിന് ശേഷം അത് ഏതാണ്ട് ഈ രൂപത്തിൽ ഇരിക്കും. നമ്മളിപ്പോൾ വരച്ച ഫിഗറാണ്, നമുക്കിപ്പോൾ കിട്ടിയ ഫിഗറാണ്. ആ ഫിഗറിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഫിഗർ കറക്റ്റ് ആണെങ്കിൽ മെഷർ ചെയ്താൽ ഈ ഹൈറ്റ് എത്ര കിട്ടും? ഹൈറ്റ് നിങ്ങളുടെ ആ ഫിഗറിൽ മെഷർ ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് 2.9 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ബേസ് നേരത്തെ ഇത്ര 5 സെന്റിമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് വെറും 5 സെന്റിമീറ്റർ അല്ല, ബേസിൽ എന്താണ് 5ഉം 5.8 കൂടെ ചേർന്ന് എത്രയാണ്? 10.8 സെന്റിമീറ്റർ. അതായിരിക്കും ബേസ്. അപ്പൊ ഹൈറ്റും അതുപോലെ ബേസും നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. എന്ത് വെച്ചിട്ട്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. എത്രയാണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അഥവാ ഹാഫ് ഇൻറ്റു 2.9 ഇൻറ്റു എത്രയാ? 10.8. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 5.4. സോ 5.4ഉം 2.9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 615 എത്രയാണ്? 15.66. സോ 15.66 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഇതായിരിക്കും എന്തിന്റെ ഏരിയ? നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ അല്ല, നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. പക്ഷേ ഇത് എന്തിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും? നമ്മുടെ വലിയ ക്വാഡ്രിലാറ്ററൽ, ആദ്യം ഉണ്ടായിരുന്ന ക്വാഡ്രിലാറ്ററൽ ഓർമ്മയില്ല, ഇതാ ഇതിന്റെ ആ ക്വാഡ്രിലാറ്ററലിന്റെയും ഏരിയ ഈ പറയുന്ന 15.66 ആയിരിക്കും. ക്ലിയർ? Yes. So moving on to the next one, the picture shows a rectangle divided into 2 parts. Instead of a broken line separating these parts, draw a straight line to divide the rectangle into 2 other parts of the same area. Okay. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ റെക്ടാങ്കിളിനെ 2 കളറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു എന്താണ് യെല്ലോ കളറും, ഇപ്പുറത്ത് വരുന്നത് എന്താണ് ഒരു ഗ്രീൻ കളറും, ലൈറ്റ് ഗ്രീൻ കളറുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ബ്രോക്കൺ ലൈൻ എന്നാ പറഞ്ഞത്. ഇങ്ങനെ പോയൊരു ലൈൻ, അതായത് ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത് അല്ലെ, ലൈന് കുറച്ച് കഴിഞ്ഞ് ബ്രേക്കായി പിന്നീട് ബാക്കിയാണ് വരുന്നത്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന ഈ ലൈനിനെ സ്ട്രെയിറ്റ് ലൈൻ ആക്കുക. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യുന്ന ഏരിയ ആക്കി ഇതിനെ മാറ്റണം. അതിന് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മളിത് ഇതങ്ങ് കണക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഒന്നുകൂടെ വരയ്ക്കാം. എന്ത് ചെയ്യുക? ഏത് കണക്ട് ചെയ്യുക? ഈ പോയിന്റുകൾ, ഇതിനെ പേര് കൊടുക്കാം എ, അതുപോലെ ഇവിടെ ബി. ഈ എയും ബിയും കണക്ട് ചെയ്യുക. ഓക്കെ, സോ എയും ബിയും കണക്ട് ചെയ്തല്ലോ. യെസ്. സോ എയും ബിയും കണക്ട് ചെയ്തു. എയും ബിക്കും, അതായത് എ ബിക്ക് പാരലായിട്ട് ഇവിടെ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. സോ എ ബിക്ക് പാരലായിട്ട് ഇവിടെ നിന്നൊരു ലൈൻ നമ്മൾ വരച്ചിട്ടു. ഓക്കെ, ഇനി ആ ലൈനിലോട്ട് എന്ത് ചെയ്യുക? നമ്മുടെ എയിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, സോ എയിൽ നിന്ന് എന്ത് ചെയ്യുക? ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. അപ്പൊ ഇങ്ങോട്ട് ഞാൻ ഈ ലൈൻ വരയ്ക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഈ നേരത്തെ ബ്രേക്ക്, അതായത് ഇവിടെ നിന്ന് വരുന്ന ഇങ്ങനെ ബ്രേക്ക് ആയിട്ടല്ലേ ഈ ലൈൻ ഇങ്ങോട്ട് ബാക്കി പോയത്. അതിന് പകരം നമുക്ക് എന്ത് കിട്ടി? നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അതിന് പകരം നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ആ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയാ. ഇതാണല്ലോ അതിന്റെ ഏരിയ. ആ ഏരിയ എന്തായിരിക്കും? നേരത്തെ ഉണ്ടായിരുന്ന ആ യെല്ലോ പാർട്ടിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന യെല്ലോ പാർട്ടിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇത് സി എന്നിടാം, ഇവിടെ ഡി എന്നിടാം, ഇവിടെ നമുക്ക് ഇ എന്നും അതുപോലെ ഇവിടെ എഫ് എന്നും കൊടുക്കാം. അപ്പൊ എ ബി എന്ന് പറയുന്ന ബേസിലല്ലേ ഇരുന്നത് അല്ലെ? അപ്പൊ എ ബി എന്ന് പറയുന്ന ബേസിൽ ഇരിക്കുന്ന 2 ട്രയാങ്കിൾ ആണ് എ ബി സിയും അതുപോലെ എ ബി ഡിയും അല്ലെ. ഇത് ഒരേ ബേസിനും ഒരേ പാരലൽസിനും ഇടയ്ക്കായതുകൊണ്ട് എന്ത് എഴുതാം? ഇതിന്റെ ഏരിയാസ് ഈക്വൽ ആണെന്ന് എഴുതാം. അങ്ങനെ ഈക്വൽ ആണെന്ന് ഞാൻ എഴുതിയാൽ ഇതിന്റെ മുഴുവൻ ഏരിയ, അതായത് ഏരിയ ഓഫ് എന്താണ് ഇ എഫ് എ ഡി, ഇ എഫ് എ ഡി എന്ന് പറയുന്ന ഏരിയ നേരത്തെ ഉള്ള യെല്ലോ പാർട്ടിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. ക്ലിയർ? യെസ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദി യെല്ലോ പാർട്ട്. ക്ലിയർ? ഇനി എന്ത് കണ്ടുപിടിക്കുക? ഈ യെല്ലോ പാർട്ടിന്റെയും അതുപോലെ തന്നെ മുഴുവനായിട്ട് ബാക്കി ആ ഗ്രീൻ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇപ്പോഴത്തെ പുതിയ ട്രയാങ്കിളുടെ ആവശ്യമില്ല. യെല്ലോ പാർട്ടിന്റെ ഏരിയ നോക്കിക്കുക. യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഈ താഴത്തെ ഭാഗം കണ്ടുപിടിക്കാം. സോ ഇത് 2 സെന്റിമീറ്റർ ആണ്, അതുപോലെ ഇത് 2, ഇത് 3.
അപ്പൊ ഇതൊരു ട്രപ്പീസിയമാണ് അല്ലേ? ഇതെന്ത് ഷേപ്പിലായിരിക്കുന്നത്? ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഈ ഒരു ഷേപ്പിലായിരിക്കുന്നത് അല്ലേ? ഇത് 2, അതുപോലെ ഇവിടെ 2, ഇവിടെ 3. സോ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് 3. സോ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് 3 എത്രയാണ്? 5 സെന്റിമീറ്റർ സ്ക്വയർ. സോ താഴത്തെ ഭാഗം കിട്ടി. അടുത്തത് മുകളിലത്തെ ഭാഗം വീണ്ടും ഇതേപോലെ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് വീണ്ടും എന്താണ്? ഒരു ട്രപ്പീസിയം കണക്കായിരിക്കുന്നത് അല്ലേ? അതൊരു ട്രപ്പീസിയം മാത്രം, ട്രപ്പീസിയം കണക്കുന്നില്ല, ട്രപ്പീസിയം. ഇത് 1 സെന്റിമീറ്റർ. പിന്നീട് ഇത് മൊത്തം 3 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇത് എത്ര ആയിരിക്കും? അത് 1 സെന്റിമീറ്റർ ആയിരിക്കും. പിന്നെ അത് താഴത്തെ ഇത് 3 സെന്റിമീറ്റർ. സോ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 3, അതായത് എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ സ്ക്വയർ. സോ യെല്ലോ പാർട്ടിന്റെ ഏരിയ ഓഫ് യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് ഈ 5ഉം 4ഉം കൂടെ ചേർന്ന് എത്രയായിരിക്കും? 9 സെന്റിമീറ്റർ സ്ക്വയർ. എത്രയായിരിക്കും? 9 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തപോലെ ഗ്രീൻ കണ്ടുപിടിക്കണം. സോ ഗ്രീൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? മുഴുവൻ ഏരിയ എന്ന് പറയുമ്പോൾ ഇതൊരു റെക്ടാങ്കിൾ അല്ലെ? ഇതൊരു ഷേപ്പ് റെക്ടാങ്കിൾ ഷേപ്പിലിരിക്കുന്ന മുഴുവൻ, ഇത് മൊത്തം ഒരു റെക്ടാങ്കിൾ അല്ലേ? അതെ. ആ റെക്ടാങ്കിളിൽ നിന്ന് ഇപ്പൊ കിട്ടിയ മഞ്ഞ അല്ലെ യെല്ലോ ഏരിയ കുറച്ചാൽ പോരെ? റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇവിടെ 3, ഇവിടെ 3ഉം 2ഉം എത്രയാ? 5. സോ 3 ഇൻറ്റു 3 പ്ലസ് 2 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15 സെന്റിമീറ്റർ സ്ക്വയർ. സോ ടോട്ടൽ ഗ്രീനിന്റെ ഏരിയ അല്ല 15, ടോട്ടൽ ഏരിയ ആണ് 15. സോ അത് അവിടെ നിന്ന് നമുക്ക് ഗ്രീനിന്റെ ഏരിയ എത്രയാണെന്ന് കിട്ടും? ഏരിയ ഓഫ് ഗ്രീൻ വിൽ ബി 15 മൈനസ് നേരത്തെ കിട്ടിയ യെല്ലോയുടെ ഏരിയ 9 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 6 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ? സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടുത്തെ യെല്ലോ പാർട്ടിന്റെയും അതുപോലെ തന്നെ ഗ്രീൻ പാർട്ടിന്റെയും ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? ക്വാഡ്രിലാറ്ററൽ ട്രയാങ്കിളിന്റെ റിലേഷൻ പഠിച്ചു. അതുപോലെ ഏരിയ എങ്ങനെയാണ് നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ ട്രയാങ്കിളിന്റെ രൂപത്തിലാക്കി കൺവേർട്ട് ചെയ്ത് അത് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? അതിന്റെ തിയറി പാർട്ട്, അതായത് അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു തെളിവും നമ്മൾ ആദ്യം പഠിച്ചു. അതേ പ്രൂഫ് അല്ലെങ്കിൽ അതേ തെളിവ് വെച്ച് നമ്മൾ കുറച്ച് പ്രോബ്ലംസും ഇതിനകത്ത് ഈ ഒരു വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ഇതുപോലെ ഉപയോഗപ്പെടുന്ന ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. സോ അതുവരെ ഗുഡ് ബൈ. Manorama Horizon. Learning made simple.